ഹലോ ഗൈസ് സുഹൃത്തുക്കളെ, ഞാൻ ഷംസു വാര്യൻ. നമ്മുടെ വാഹനങ്ങളിലെ ഫോർ വീലറുകളിലെ സ്മാർട്ട് കീയുടെ ബാറ്ററിയുടെ ലൈഫ് അവസാനിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഒരു വർക്ക്ഷോപ്പിലോ മറ്റ് സർവീസ് സെൻറ്ററിലോ പോകാതെ നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് വീഡിയോയുമായിട്ട് എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ 2 സ്മാർട്ട് കീ ആണ് നമുക്ക് ലഭിക്കുന്നത്. ആ സ്മാർട്ട് കീ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, എങ്കിലും ചിലർക്കെങ്കിലും അറിയില്ല ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട് എന്നുള്ളത്. ആ ഒരു ബാറ്ററിയുടെ ലൈഫ് അവസാനിക്കുമ്പോൾ നമ്മൾ ആ ബാറ്ററി റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് നമ്മുടെ ഈ ബാറ്ററി മാറാനായിട്ടുള്ള സമയമായിരിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഈ സ്മാർട്ട് കീ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡോറ് തുറക്കാതിരിക്കുകയോ ശബ്ദം കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിന് അടുത്ത് മാത്രം കൊണ്ട് വളരെ ക്ലോസഡ് ആയിട്ട് വാഹനത്തിൻ്റെ അടുത്ത് മാത്രം കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഏകദേശം 2-3-4 വർഷങ്ങൾ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ബാറ്ററി ലൈഫാണ് നമ്മുടെ സ്മാർട്ട് കീയിലെ ബാറ്ററിക്കുള്ളത്. അപ്പോൾ ആ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, ഇതിൻ്റെ ലൈഫ് അവസാനിച്ചിട്ടുണ്ട്, റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഇരിക്കുന്ന ബാറ്ററിയുടെ എന്ത് ബാറ്ററിയാണ് നമുക്ക് അത് എവിടെ നിന്ന് നമുക്കത് വാങ്ങിക്കണം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഈ ബാറ്ററിയുടെ കോഡ് നമ്പർ, ഇതിനൊരു എല്ലാ ബാറ്ററികൾക്കും ഒരു കോഡ് നമ്പർ ഉണ്ട്. അത് നമ്മുടെ സർവീസ് ബുക്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ നമ്പർ CR 1620 ആണ്. അങ്ങനെ ഒരു നമ്പർ ഇതിൽ കൊടുത്തിരിക്കും. ആ നമ്പർ നോക്കി നമ്മുടെ കടകളിൽ നിന്ന് ഈ പർച്ചേസ് ചെയ്യുക. അത് വാങ്ങിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാർ, സ്ക്രൂ ഡ്രൈവർ, ഒരു കത്രിക, ഈ 3 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ അത് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള കോഡിലുള്ള ഒരു ബാറ്ററി പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള നമ്പർ തന്നെ ആയിരിക്കണം. പിന്നെ ഒരു ചെറിയൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കീയുടെ ഈ എൻഡിലായിട്ട് ഇവിടെ ആയിട്ടൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ആണ് നമുക്ക് ആദ്യം അഴിക്കേണ്ടത്. സൈഡിൽ സ്ക്രൂവും ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ലോക്കുമായിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തൊരു ലോക്ക്, ഈ എൻഡിലൊരു ലോക്കാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു മെഷീനുണ്ട്. അത് നമുക്ക് പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ എടുക്കണം. അത് ഇവിടുന്ന് തള്ളിക്കഴിഞ്ഞാൽ, പതുക്കെ തള്ളിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് കഴിയും. നമ്മൾ ഈ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പുറത്തേക്ക് കിട്ടും. നമുക്ക് ഈ ബോക്സിന് തുറക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഈ സ്റ്റാറിൻ്റെ മറ്റു ഭാഗം ഇതിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ തുറക്കാനായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, തുറക്കാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറക്കാനായിട്ട് കഴിയും. അതായത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ചിപ്പാണ്. ഡാമേജ് വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി. നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ബാറ്ററി കാണാനായിട്ട് പറ്റും. ആ ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ തള്ളി പുറത്തേക്ക് എടുക്കാനായിട്ട് കഴിയുക. ബാറ്ററി എടുത്ത് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഭാഗങ്ങളുണ്ട്. അത് നോക്കിയിട്ട് അതെങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിൽ ഇൻസർട്ട് ചെയ്യുക. ഏതൊരാൾക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈസി ആയിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അതുപോലെ തന്നെ എൻ്റെ ബോക്സ് എൻ്റെ യഥാസ്ഥാനത്ത് തന്നെ ഫിക്സ് ചെയ്യണം. അമർത്തി കഴിഞ്ഞാൽ അത് ലോക്കാണത്, ലോക്കിൽ വീണ് കിടക്കുക. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇൻസർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് ലോക്കുള്ള ഭാഗം ആദ്യം ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഘടിപ്പിക്കുക. അതിന് ശേഷമാണ് നമുക്ക് ഈ സ്ക്രൂ തിരികെ നമുക്കത് സ്ക്രൂ ചെയ്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ ഈ മാറ്റിയ ബാറ്ററി കുട്ടികൾക്ക് ലഭ്യമാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ 2 കീയാണ് നമുക്ക് ലഭിക്കുക. ഒരു സ്പെയർ കീ എപ്പോഴും ഉണ്ടായിരിക്കും.
നമ്മൾ ഈ രണ്ട് കീയും മാറി മാറി ഒരു 2-3 മാസം കൂടുമ്പോൾ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കീയുടെ ലൈഫിന് നല്ലത് അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും. ഐഡിയലായിട്ട് എടുത്തു വയ്ക്കുന്ന കീകളിൽ ചിലപ്പോൾ ബാറ്ററി ലീക്കേജ് ചെയ്തിട്ട് അതിൻ്റെ മെക്കാനിസത്തിന് അല്ലെങ്കിൽ അതിൻ്റെ എലമെൻസിന് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കീ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് രണ്ട് കീയും 2-3 മാസം കൂടുമ്പോൾ മാറി മാറി ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്. ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. നന്ദി, നമസ്കാരം.